അവള് എൻ്റെ കുറേ ഫ്രണ്ട്സുകളുടെ കൂടെ പോയത്. ആ ഫ്രണ്ട്സുകൾക്ക് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് മാത്രമാണ് അപകടം ഉണ്ടായത്. കൂടെയുള്ളവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് മാത്രമാണ് എന്ത് സംഭവിച്ചത്. പ്രധാനമായിട്ട് സംശയിക്കാനുള്ള കാരണം അവളെപ്പോഴാണ് ലാസ്റ്റ് വിളിച്ചത്? ലാസ്റ്റ് അവള് കറക്റ്റ് സമയമല്ല, രാത്രി ഒരു കിടക്കുന്നതിന് മുന്നേ വിളിച്ചിരുന്നു. ഒരു 10 മണിയായോ ഒന്നും അറിയുന്നില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ സമയത്ത് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ റേഞ്ച് കിട്ടില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ട്രൈ ചെയ്തു, സംസാരിക്കാൻ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. ഹാപ്പി ആയിരുന്നു? നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ഹാപ്പി ആയിട്ടാണ് അവള് പോയത്. പോകുമ്പോൾ തന്നെ അവിടുത്തെ 2-3 പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചു. ഒരു വട്ടം ഉച്ചൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ പുറപ്പെടുകയാണ്, ഞാൻ ഒരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സുകളുടെ കൂടെ പോവാന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ച് ഞാൻ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു. നല്ല ഹാപ്പിയില്ല നമ്മൾ പോയത്, നല്ല സന്തോഷമായിരുന്നു. നാളെ രാവിലെ തിരിച്ചു വരും, വർക്കുള്ളതാണ് അവൾക്ക്. അപ്പം ഇന്ന് വർക്ക് ഉള്ളതാണ്, പെട്ടെന്ന് രാവിലെ തിരിച്ചു വരും. എന്നാ പോയത് ഇവിടുന്ന്? ബുധനാഴ്ച ഉച്ചൻ്റെ മുന്നേ അവൾ വിളിച്ചത് പോയിക്കൊണ്ടിരിക്കണ്ടു. ഇവിടുന്ന് പോയത് ഞായറാഴ്ച. ഞായറാഴ്ച ഞാൻ ആക്കി കൊടുത്തത്. അവൾ കോഴിക്കോടാണ് താമസം. ഉമ്മ എവിടെ പോയിരുന്നു? ഈ സ്ഥലത്ത് പോയിരുന്നു? കോഴിക്കോടോ? അല്ല, വയനാട്ടിൽ പോയിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഞാൻ. ഈ ഒപ്പമുള്ളവരെയൊക്കെ കണ്ടോ? ഒപ്പമുള്ളവരൊക്കെ എനിക്ക് കണ്ടാലറിയാം, ആരൊക്കെ കണ്ടപ്പോൾ ഇനി വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് എനിക്കിങ്ങനെ എനിക്ക് കുറച്ച് ചെന്നപ്പോൾ പ്രഷറും ഷുഗറൊക്കെ കൂടി വയ്യാതായതുകൊണ്ട് എനിക്ക് അറിയാം. അവരെയൊക്കെ ചില പേരെയൊക്കെ കണ്ടാൽ ഞാനറിയാം. എന്തായാലും ഇതൊരു സത്യാവസ്ഥ പുറത്തു വരണം. എന്തായാലും സത്യാവസ്ഥ ഇപ്പൊ ശരിക്കും നമ്മളൊരു സംശയത്തിൽ തന്നെയാണ്. നമുക്ക് മാത്രം എന്താ പറ്റിയ ഓർമ്മ വരെ മോളെ സംസാരിച്ചത് വ്യക്തമായിട്ടില്ലെങ്കിലും ഞങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ട്. എന്നെ തുടർ നടപടികൾ ഇതിന് എവിടെ ഇപ്പോൾ കേസ് അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേക ഗ്രൂപ്പ് ഇതാക്കി കേസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എവിടെ ഇതിന് കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മളത് എഴുതി കൊടുക്കും, അതിൻ്റെ പുറകിൽ പോകും. അതായത് കുട്ടീൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യണം. ഈ റിസോർട്ട് നടത്തിപ്പുകാർ, റിസോർട്ടിലുള്ളവർ എല്ലാവരും ചോദ്യം ചെയ്യണം. എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ, നമുക്കറിയില്ലല്ലോ. അന്ന് രാത്രി അവിടെ എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയാം. സ്ഥലത്ത് പോയ ഒരാളാണ്. സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാം, ആശുപത്രിയിലടക്കം. ഹോസ്പിറ്റലിൽ 2 ഹോസ്പിറ്റലിലും പോയി. മേപ്പാടി ഒരു ഫസ്റ്റ് രോഗിനെ കൊണ്ട് അവിടെ പോയി. അപ്പോൾ ഈ സഹപ്രവർത്തകരൊക്കെ ഒരു ഇടപെടലും സംസാരമൊക്കെ വരുമ്പോൾ അതിലൊരു വലിയ ദുരൂഹത തന്നെയാണ്. വലിയ ദുരൂഹത തന്നെ ബാക്കി നിൽക്കുന്നുണ്ട് നമുക്ക്. നമ്മൾ ഫ്രണ്ട്സുകളെ കണ്ടിട്ടും അല്ലാത്തവരെ കണ്ടിട്ടൊക്കെ നമുക്കൊരു ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ കുട്ടീനെ ശരിക്കും നമ്മൾ കണ്ടതാണ്. ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് കുട്ടീൻ്റെ ശരീരത്തിൽ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ഭാരമുള്ള സംഗതി വന്ന് വീഴുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു തട്ടിത്തടഞ്ഞ് വീണാലും ഇപ്പോൾ നമ്മൾ തട്ടിത്തടഞ്ഞ് വീണാൽ പോലും നമുക്ക് സ്ക്രാച്ച് സംഭവിക്കാം. അത്രയും ഭാരമുള്ള സംഗതി വീണിട്ട് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ സംഭവിക്കാതെ എങ്ങനെ മരണം സംഭവിച്ചു, എന്താണ് അന്ന് സംഭവിച്ചത്, എന്താ അതിൻ്റെ പിന്നിലുള്ള ദുരൂഹത, നമുക്കത് ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഏത് തലത്തിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് വെച്ചാൽ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.